ഇതാണ് നമ്മൾ ഇത്ര നേരം ഇട്ട് അയച്ചെടുത്തത്. പിന്നെ ഒന്നും കൂടി ഉണ്ടാകും, ഞാൻ അമ്മയ്ക്ക് വെച്ച് കൊടുക്കുക. ഇത് ഗോൾഡ്, നമുക്ക് ഫ്രീ കിട്ടിയിട്ടോ പിന്നെ വേണമെന്ന് ഞാൻ പറഞ്ഞു. എന്തൊരു ചെറുതായിട്ട്, കാരണം നമുക്ക് അവിടെ അറിയില്ലല്ലോ ഇങ്ങനെ സെറ്റപ്പ്. ഞാൻ അവളോട് പറഞ്ഞതാണ് എന്തേലും വാങ്ങിക്ക്. എനിക്ക് അവിടുത്തെ ആൾക്കാരെ പോലും പരിചയമില്ല പിള്ളേർക്ക്. അപ്പൊ പിന്നെ എന്ത് ചെയ്യാനാ, നീ തിന്നണം. പിന്നെ അത്രയൊന്നും എനിക്ക് തിന്നാൻ പറ്റില്ല, പല്ലു അല്ലെങ്കിൽ ശരിയാകുന്നില്ല. സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും ചെറുത് മേടിച്ചാൽ നീ ഉദ്ദേശിക്കണത് എന്താണ്? ലേസ് തിന്നാ വിശപ്പ് മാറും ആളു. ചെറിയ ചെറിയ പിന്നെ എന്തിനാ തിന്നണം? ഞാൻ ബേക്കറിയും കൂടി അച്ഛനാ കഴിക്കുന്നത്. പിന്നെ മറ്റേ ഇടയ്ക്ക് അച്ഛൻ വാങ്ങി കൊടുത്തു എത്ര ചോക്ലേറ്റിന്റെ സാധനം അതൊക്കെ നിങ്ങൾ തിന്നില്ലേ നല്ല രാവിലെ ചോക്ലേറ്റിന്റെ ഒരു കട്ട മഞ്ച് പോലെ. നിന്നോട് സ്മാർട്ട് പോയിന്റിലേക്ക് പോവാൻ വേണ്ടി അവള് വിളിച്ചപ്പോ നീ എന്താടാ പോയില്ല കുട്ടിയുടെ കൂടെ? അവള് എന്റെ അടുത്ത് പറയണത് എന്താണ്, നിങ്ങളെ മുമ്പ് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പ നിങ്ങൾ അറിയുമ്പോ തന്നെ ഞാൻ പറയുന്നത്. അവളെന്താ പറഞ്ഞേ, അവളെന്താ പറഞ്ഞേ, എന്റെ കൂട്ടുകാരന്മാരുണ്ടെങ്കിൽ അവര് ഇനിയിപ്പോ ഞാൻ പൈസ ഒറ്റ ആളും അവള് അങ്ങനെ തന്നെ അവള് പറഞ്ഞ അങ്ങനെ തന്നെ. അപ്പൊ എന്റെ കൂട്ടുകാരന്മാർ ആരും ഒന്ന് ഫ്രീ അല്ല. അപ്പൊ അവളെന്താ, അപ്പഴാണ് അവള് വൈകിട്ട് വന്നിട്ട് നീ അല്ലടാ അവൾക്ക് അതൊക്കെ ചെയ്തു കൊടുക്കും. അവൻ പറഞ്ഞോട്ടെ, അവൻ പറഞ്ഞത് ആർക്കും മനസ്സിലാവില്ലേ? പിന്നെ അതന്നെ അവൻ പറഞ്ഞോട്ടെ പറഞ്ഞു, ആർക്കും ഒന്നും മനസ്സിലാവില്ല. നിനക്ക് അച്ഛനോട് നാളെ രാവിലെ വേണ്ട സാധനങ്ങൾ പറഞ്ഞോ, ഇനി സമയം അവിടെ പോട്ടെ അത് വേണം ഇത് വേണം. ഇവളെന്താ പറഞ്ഞത്, രാവിലെ ഇവള് എന്റെ പിള്ളേർ കൂട്ടന്മാരെങ്കിലും അവരൊപ്പം പോയാൽ ഇവിടെ ഞാൻ വരാം, നമുക്ക് പറഞ്ഞിട്ടേ ഇല്ല. അവള് പറയണത് നിങ്ങളെ നിങ്ങൾ പറയുമ്പോ ഞാൻ പറയുന്നത്. എന്നാലും പോവാൻ സമയം ഉണ്ടായിരുന്നില്ലടാ. വീട്ടിൽ പോവാ പറഞ്ഞിട്ട് കുഞ്ഞുങ്ങള് ആഴത്തിൽ വേണ്ട. എന്താ ഞാൻ പറഞ്ഞ സമയം ഇല്ല, ഇനി നാളെ എവിടെ സമയം? എനിക്കതങ്ങനെ ആലോചിക്കുമ്പോ അങ്ങനെ തലയിൽ ഇങ്ങനെ കറങ്ങും. എന്റെ സോപ്പ് പെട്ടിയൊക്കെ എവിടെ? അലക്കുന്ന സോപ്പ് പെട്ടിയൊക്കെ അത് മതി, ഉള്ളത് കൊണ്ട് പോയാൽ മതി. എന്തിനാ വെറുതെ പൈസ ചെലവാക്കുന്നത്? ഞാനൊന്നും എടുത്തിട്ടില്ല. സോപ്പോ? അലക്ക് സോപ്പ് കഷ്ണം കഷ്ണാക്കി ആക്കിയിട്ട് കവറിൽ കെട്ടിയ ഇരുമ്പ് ക്ലിപ്പിലേക്ക് മാറി പ്ലാസ്റ്റിക് കൊറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. കൊറേ അപ്പുറത്തും കൊറേ ഇപ്പുറത്തൊക്കെ കിട്ടിയിട്ട് അതൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കും. അവളുടെ ഒരു പല സാധനം എൻ്റെ റൂമിലിട്ടുണ്ട്. അതെ, എന്താ നീ കിടക്കണോടെ കൊണ്ടു ചേർക്കണേ? അത്ര വലിയ റൂമിലോ? ഞാൻ കിടക്കണേന്റെ അടുത്ത് ചെയറുണ്ട്. ആ ചെയറിൽ അങ്ങോട്ട് നിറച്ചു വരും. ഞാൻ തിരിഞ്ഞ് ഇങ്ങനെ കിടക്കണ ശ്വാസം വയ്ക്കുമ്പോൾ കറക്കണം. രണ്ടും കൂടി കണ്ടതാ അവളെ പോയ കഴിഞ്ഞത്. അങ്ങനെ ഇരിക്കും ആള്. അമ്മ അമ്മ വിളിച്ചിട്ടിരിക്കും ആള് പോയ ഒറ്റയ്ക്ക് ഇരിക്കും. പിന്നെ അത്ര ടെൻഷൻ ഉണ്ടാവില്ല. എന്താ അറിയോ, അച്ഛനുള്ള കാരണം കൊണ്ട്. പോയി കിട്ടിയ മതി ഗായ്സ്, വെറുതെ പറയട്ടെ. അവള് പോയി കഴിഞ്ഞാൽ അപ്പം ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ.
ഇതാണ് അവൾ മുഖത്തിട്ടത് ഫ്രീ ആയി കിട്ടിയത് അവള്. നമ്മളിത് ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതെ. അതിന്റെ ആഹ്ലാദമാണ് ഇപ്പൊ നമ്മൾ ഇത്രയും നേരം കണ്ടത്. യൂസ് ചെയ്യാൻ കണ്ടില്ല സൂപ്പർ. നിങ്ങൾ പറയണം എൻ്റെ അച്ഛനും ഇങ്ങനെ മുടി വെട്ടുന്നത് ഭംഗിയുണ്ടോന്ന്. കാരണം എനിക്ക് ഇങ്ങനെ ഒന്നും കിട്ടുന്നത്. മുടിയിപ്പോ വന്നപ്പോ കുഴപ്പമില്ല. അമ്മയ്ക്ക് അവിടെ വല്ല ബാക്ക് കട്ടറാ, ബാക്ക് കട്ടറാ. കാട്ടാറുണ്ട് അമ്മയ്ക്ക് എനിക്ക് ഇങ്ങനെ ഇതണ്ട, ഇങ്ങനെ വെട്ടുമ്പോ ഞാൻ ഇതേപോലെ വെട്ടാനാ പറയണേ. ഇങ്ങനെ മുടി കുറച്ചിങ്ങനെ നിർത്തി. ഇവനെന്താ കാട്ടറി ആ മുഴുവൻ അങ്ങോട്ട് മൊട്ട അടിച്ചിട്ട് ഈ നിറകില് മാത്രം മറ്റേ തെനാലിരാമന്റെ തല പോലെ ഇതപ്പടത്തിൽ മാത്രം മുടിയാക്കിയിട്ട് വരുവൻ. ഞാൻ പറയട്ടെ അമ്മയ്ക്ക് ഇതാ ഇത്ര നീളത്തിൽ മുടിയാൻ ഇവിടെ പാടില്ല. എന്താണ് പണ്ടത്തെ കാലമല്ല, പണ്ടത്തെ കാലമൊക്കെ മാറിപ്പോ. പണ്ടത്തെ കാലല്ല മുടി മാത്രം ഉണ്ടാക്കിയാൽ നടക്കും കേസ്. നീ നിന്റെ മുടീനെങ്കിലും മുഖത്തേക്ക് ഇട്ടിട്ട് ഇങ്ങനെ കണ്ണ് കാണാതെ ഇപ്പൊ കാണുന്നില്ലല്ലോ. എന്നെ കണ്ട നീ ബംഗ്ലാദേശിൽ ജനിച്ചാനായിരിക്കും. അതുപോലെ തന്നെ തോന്നും. ഇപ്പോഴാണ് നിന്റെ മുടിയൊക്കെ വന്നപ്പോഴാണ് നിന്നെ കാണാൻ ഒരു ലുക്കായത്. ഇതുപോലെ വെട്ടാനാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ മുടി വരണം, മനസ്സിലായ? അമ്മടുത്ത് കടയിൽ നിന്ന് അവിടെ ഈ ഫാൻസി കടയിൽ ഷീറ്റ് മാസ്ക് എത്ര 10 രൂപയുള്ളൂ തോന്നുന്നു, വില കുറവാ. അപ്പൊ അമ്മക്ക് അമ്മക്ക് നമുക്ക് വേണ്ട, ഫ്രീ ആയിട്ട്. ഇതെന്ത് സംഭവം ഞാനൊന്നും വയ്ക്കില്ല. ഇതെന്താ സംഭവം എന്ന് അറിയോ? ഇത് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നിട്ട് കഴിഞ്ഞാൽ ഇതെന്താ ഗ്ലോ. അവള് ആ കമ്പനിനെ അവള് ഇങ്ങോട്ട് പുകഴ്ത്താൻ നോക്കുക. അങ്ങനെയല്ല, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഞാൻ കണ്ടു. ഇതിട്ടിട്ട് ഇതിന് മുകളിൽ മേക്കപ്പ് ഇടാം. അപ്പൊ നല്ലൊരു ഹൈഡ്രേഷൻ ഫീൽ കിട്ടും. ഇവിടെ ഇതൊക്കെ എടുത്തു വയ്ക്കുന്നില്ല, ഞാൻ പോയി കിടക്കാൻ പോവാണ്. ആങ്ങളെയും മങ്ങളും കൂടി ഒക്കെ വൃത്തിയാക്കി. ഇതിന്റെ പണം ഗൾഫിന്റെ മണം കൊടുത്തേക്ക്. എനിക്ക് ഗൾഫ് മണം ഇഷ്ടല്ല. മനസ്സിനൊരാഗ്രഹം. നിങ്ങൾ ഞാൻ എന്തായാലും കൈ പിടിച്ചാൽ നിങ്ങൾക്ക് കഴിക്കാം. ആളുകളെ മുഖത്ത് നോക്കി കഴിക്കാൻ മടിയെന്നല്ലേ പറഞ്ഞു. പിന്നെ ഇപ്പൊ എന്തിനാ? വേണ്ട വേണ്ടാന്ന് ഞാന് നിങ്ങൾ അടക്കം ഉറങ്ങുമ്പോ ഉറപ്പാണ് ഈ 4 മണിക്ക് ചിന്തിച്ചൊന്നും കാര്യമില്ലേ. 4 മണിക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഉറങ്ങും. പിന്നെ ഉണ്ടാക്കിയിട്ട് എന്തിനാണ് ആരും കഴിക്കുമല്ലോ. അപ്പൊ ഞാനൊരു ചുക്ക് കാപ്പി ഉണ്ടാക്കി കൈ വയ്ക്കും. അത് പഠിച്ചോ. അതല്ലേ ബ്രെഡും കാട്ടാൻ ചായ മതി. ബ്രെഡ് വന്നൊന്ന് നമ്മുടെ മുട്ട വെച്ചിട്ട് ഇടയ്ക്കിട്ടുള്ള ബിസ്ക്കറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായി. ഞാൻ ചക്ര മാങ്ങ ഓടയും വാങ്ങാം. ഇവരിങ്ങനെ എൻ്റെ അച്ചോ, എനിക്കിങ്ങനെ പോവാനെനിക്ക് രാത്രി വരാനും എനിക്ക് ദേഷ്യമാണ്. എനിക്ക് നീ എന്താ പറയണ? നാളത്തെ ഉറക്കം പോയി. യാത്ര ചെയ്യാൻ വയ്യ എനിക്കതാ. യാത്ര ചെയ്യാതെ മാള് ഛർദിക്കും പാവം. ഞാനും ഛർദിക്കും. അത് കുറച്ചു നേരം കണ്ട അച്ഛനും വരും. പാവം മാള് ഛർദിക്കും. മടക്കടാ, സമയായില്ല. ഞാൻ പോയി കിടക്കട്ടെ അച്ചുട്ടാ. ഇത് രണ്ടും കൂടി കുറെ നേരമായി. ഇത്രയും ഡ്രസ്സ് മടക്കണം. അപ്പൊ നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ അച്ചൂട്ടൻ കൊടുങ്ങി മനസ്സ് വേണ്ടത്. അല്ലടാ, ഇടയ്ക്ക് ഒരു 1.5 മാസം കഴിഞ്ഞ അവളുടെ അടുത്തേക്ക് പോണ്ടേ? അപ്പൊ കൊണ്ടുപോവാ. പിന്നെ അച്ഛൻ കൊടുത്തു തരും. അതിന്റെ ആവശ്യമൊന്നുമില്ലേ. മളുടെ ഡ്രസ്സുകൾ എടുക്കുക.
കാര്യങ്ങളൊക്കെ ചെയ്യണം. എനിക്ക് ന്യൂഡ് കളർ നല്ല ഇഷ്ടപ്പെട്ട ടീഷർട്ടാണത്. നിന്റെ വാച്ചൊക്കെയോ? എനിക്ക് 2 പൗച്ച് പോലെ അടിച്ചു വരും. ഇനി എന്തിന് ഇത് മാലയും കമ്മലിട്ടിട്ട് ഇട്ടേക്കണം, അല്ലെങ്കിൽ മിക്സ് ആയി. പൗച്ച് എങ്ങനെ അടിക്കുക? ആ മറ്റേ ജ്വല്ലറിയിൽ ഇട്ടൊരു പൗച്ച്, സാധാ പൗച്ച് പോലെ അടിച്ചാൽ മതി. ഇതിന്റെ വള്ളി ഇങ്ങനെ വലിച്ചു കിട്ടുന്നത്. അതിവിടെ അച്ഛൻ്റെ കയ്യിലുണ്ടായിരുന്നല്ലോ മാളു. അത് ഞാൻ കൈ പൊടിയിട്ട് വെച്ചിരിക്കുക. പൊടിയാ? എന്ത് പൊടി? അതിൽ ഞാൻ എൻ്റെ രക്തബന്ധം എന്തൊക്കെയോ ഉണ്ട്. അപ്പൊ അതെടുത്തൂടെ? നല്ലത് കൊണ്ടുപോ ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ. മറ്റതൊക്കെ വീട്ടിൽ ഇവിടെ ഇട്ടിട്ട് ഇവിടെ കിട്ടതൊക്കെ നീ ഇവിടെ വെച്ചിട്ട് പോ. നല്ല ഡ്രസ്സുകൾ കൊണ്ടുപോകും. ജീൻസ് കൊണ്ടുപോകണില്ലേ? അപ്പം അതിനനുസരിച്ചുള്ള ടോപ്പ് ഇതാ. അല്ല മളുസേ, വീട്ടിലിടാ ഈ പലാസോ ഈ ടീഷർട്ടും ഉണ്ടെങ്കിൽ തന്നെ മതിയാവും. അതും വേണമെങ്കിൽ കൊണ്ടേക്കോ. പിന്നെ ആ ജീൻസിന് പറ്റിയിട്ടുള്ള കണ്ടോ? ആ ടോപ്പുകൾ 2-3 എടുക്കുക ജീൻസിന് പറ്റിയിട്ടുള്ളത്. പിന്നെ ടീഷർട്ടും ഇല്ലേ? അങ്ങനെ മതി. എല്ലാം കൂടി വേണ്ട. അനിയൻ വന്നിട്ടുണ്ട്, വഴക്കുണ്ടാക്കുകയും ചെയ്യും. അച്ഛൻ ഗൾഫ് പോകുമ്പോൾ ഇട്ടിട്ടുണ്ട്. അല്ല ഇത് നമ്പർ ലോക്കാ? അപ്പൊ കുഴപ്പമില്ല. നമ്പർ ലോക്ക് ഇട്ടോ. പഠിച്ച് കഴിഞ്ഞാൽ 30-50 വയസ്സായ ആളെ പോലെ അതെ. ഇത് ഒരു കാര്യം നല്ലതാണ്, കാരണം ആ മറ്റേ ട്രെയിൻ പ്ലാറ്റ്ഫോം കൂടെ കൂട്ടാനും. ഇത് അച്ഛൻ ഗൾഫിൽ നിന്ന് പഠിച്ചതാ? എടാ ഈ മറ്റേ ഇതിലൊക്കെ കാണണ്ടല്ലോ വലിയ പെട്ടികൾ ആളുകൾ കൊണ്ട്, നീല കളറായിട്ടുള്ളതൊക്കെ. പിന്നെ ഇവളുടെ കോളേജിൽ നടക്കാൻ മീൻസ് റോട്ടിൽ, അപ്പൊ റോട്ടിൽ കൂടെ അത് ഉരുളില്ലേ? റോട്ടിൽ കൂടെ ഉരുളൂ. കാരണം ഇതിന്റെ മറ്റേ അതൊക്കെ അച്ഛൻ കളഞ്ഞു. ഇനി റോട്ടിൽ കൂടെ ഓടിക്കുക? വേം വെക്കി മതി. ഞാൻ പോയി മേല് കഴിയിട്ട് കിടന്നുറങ്ങട്ടെ. പണികൾ ചെയ്യണോ രാവിലെ? ഇപ്പോഴും അടിച്ചു കഴിഞ്ഞിട്ടില്ല ഗായ്സ്. കാരണം എന്താ വെച്ചെങ്കിൽ ഈ ചെക്കുണ്ടല്ലോ, ഈ ചെക്കൻ ഭക്ഷണം മാള് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ അപ്പം പറയും അമ്മ വരട്ടെ. മാള് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ അപ്പം പറയാം അമ്മ ഉണ്ടാക്കി തരും. അല്ലടി സിബാണല്ലോ. എന്താടാ പറയും പോലെ? അത് ഇതിനുള്ളിൽ വെച്ച് ഇത് അങ്ങോട്ട് അത് ഇതിനുള്ളിൽ സിസ്റ്റം കാണാൻ നോക്കാനുള്ള സ്ഥലം. നിനക്കറിയോ? തമ്മത്തല്ല് കൂടൽ കഴിഞ്ഞു. 2 ദിവസം നാളത്തെയും കൂടി തന്നെ തമ്മത്തല്ല് കൂടുള്ളൂ പകല്. അത് കഴിഞ്ഞ അച്ചൂട്ടങ്ങ് ബാഗ് ഇതാകുമ്പോൾ ഗുണമുണ്ട്, കാരണം ട്രെയിനിൽ നമുക്ക് ഏറ്റണ്ടാലും വലിക്കണ ബാഗ് ഉണ്ടാ? ഇതുപോലത്തെ ഇതുപോലത്തെ സാധനത്തിന് കുറച്ച് വലുതുണ്ടെങ്കിൽ നന്നായിരുന്നു എന്നാണ് ഉദ്ദേശം. എനിക്ക് ഡ്രസ്സുകളൊക്കെ തൽക്കാലം വെക്കുക. ഇത് എന്താ പുതിയതാക്കണ വീട്ടിലിട്ടോ? അതിന്റെ കളർ അമ്മ വേറെ വാങ്ങിച്ചിട്ട് മടക്കി വെക്കുക. ഈ കളർ ഭയങ്കര ഇഷ്ടം. അങ്ങനത്തെ കളർ കിട്ടുമോ നോക്കാം. നാശിപ്പിച്ചിട്ടല്ലേ? പിന്നെന്തായിരുന്നു?
നമുക്ക് നാളെ നല്ല വൃത്തിക്ക് അടുക്കി പൊടുക്കി വയ്ക്കും. ഇപ്പോൾ തൽക്കാലം ഏതൊക്കെയാണ് വേണ്ടതെന്ന് നമ്മൾ ചെയ്യും. എത്ര ജീൻസ് എടുക്കുന്നുണ്ട്? ഇതും പിന്നെ ബ്ലാക്ക് ഞാൻ ഇട്ടിട്ട് പോകുന്നത്. പാൻ്റാണോ അവിടുന്ന്? കുറച്ചെടുത്താൽ മതി ഡ്രസ്സൊക്കെ. വേണമെന്നുണ്ടെങ്കിൽ പിന്നെ അച്ഛൻ കൊടുന്നു തരും. പറ്റാവുന്ന പകരം കേട്ടിട്ടുണ്ടായി. പിന്നെ വയ്ക്കില്ല. ഫ്ലോ ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല. രാവിലെ വെച്ച് കുറേ ഡ്രസ്സ് പോയി. കുറച്ച് ഡ്രസ്സ് ഇൻക്രീസ് ആയിരുന്നു. ഇനി മറ്റേ ബാഗിൽ വെക്കണ്ടേ? ട്രാവൽ ബാഗിൽ. ബുക്ക് സാധനങ്ങളൊക്കെ എവിടെ? അതിൻ്റെ സ്കൂൾ ബാഗിൽ വെക്കാല്ലേ? ഇനി നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകാൻ ബുക്കുണ്ടോ? പിന്നെ അത് സ്കൂൾ ബാഗ് വരില്ലേ, അതിൽ വെക്കാം. ബുക്കും കുറച്ച് സാധനങ്ങളും സ്റ്റേഷനറി ഐറ്റംസ് പിന്നെ കുറച്ച് മേക്കപ്പും വെച്ചാൽ മീൻസ്. അപ്പം നമ്മൾ പെട്ടി ഇപ്പോൾ തൽക്കാലം വെറുതെ കൊണ്ടുപോകേണ്ടതൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി കുറച്ച് സാധനങ്ങളും കൂടി വെക്കാണ്ട്. അപ്പം നാളെ നമുക്ക് വൃത്തിയാക്കി വെക്കാം. ഈ വീഡിയോയുടെ വെച്ച് അവസാനിപ്പിക്കാം. കൊണ്ടുപോകേണ്ടതൊക്കെ തോർത്ത് അമ്മ അടിക്കാൻ കൊണ്ടുപോയിട്ട് താല്പര്യം നിന്നിട്ടില്ല. അടിച്ചു തരാം. അതിന്റെ ഈ ഇതില് ഫയലുകൾ വെച്ചാൽ മതിയില്ല, ആ ഇതില് പെട്ടിയുടെ ഇതില്. പിന്നെ എനിക്ക് അധികം ഇല്ല വെക്കാൻ. ഫയലുകൾ എന്ന് പറയുമ്പോൾ കുറെ അധികം ഒന്നും ഇല്ല. നിന്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ ഇല്ലേ? അത് കുറച്ചല്ലേ ഉള്ളൂ. അത് അവിടെ വെച്ചിട്ടുണ്ട്. അല്ല ഇതില് വെച്ചൂടെ പറയാ? അവിടെ പോയ ഹോസ്പിറ്റലിൽ പെട്ടെന്ന് എടുത്തു കൊടുക്കാം. അല്ല അത് കഴിഞ്ഞാ നീ ഇതില് വെക്കണം പറയാ. ഇത് നമ്പർ ലോക്ക് അല്ലേ? നമ്പർ ലോക്ക് അല്ലേ ഇത്? അല്ലേ? നമ്പർ ലോക്കാ നല്ലത്. പൂട്ടൊക്കെ കുട്ടികള് ഇങ്ങനത്തെ കുട്ടികളൊന്നും അറിയില്ലല്ലോ. അതാ തുണികൾ വെച്ചതൊക്കെ അതിന് എടുത്തിട്ട് ഇനി വെയിറ്റുള്ള ബുക്കുകൾ വയ്ക്കും. അതാകുമ്പോൾ ഉരുട്ടി കൊണ്ടുവരാം. നീളത്തിൽ നീളത്തിൽ വെക്കത് അങ്ങനെയല്ല. ഞാനവിടെ എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ വെക്കാം. ഡയറി വയ്ക്കുമ്പോൾ ഫില്ല് ചെയ്യുന്നിട്ട് ബൈബിൾ ഒരെണ്ണം ഇവിടെ ഉണ്ട്. മാറ്റിങ്ങൽ ബുക്ക് വയ്ക്കാം. ബുക്ക് വെയിറ്റുള്ള കാരണം കൊണ്ട് കൈ തൂക്കിയിട്ട് പോകാൻ ബുദ്ധിമുട്ടല്ല. ഞാൻ അതിൻ്റെ മുകളിൽ ഇപ്പോൾ ഫില്ലായില്ലേ, ഞാൻ അതിൻ്റെ മുകളിൽ ബുക്ക് വയ്ക്കും.
അപ്പം കറക്റ്റായിട്ട് അതുകൊണ്ട് പഠിക്കാനുള്ള പുസ്തകങ്ങൾ ഇപ്പം മാളുവിന് വായിക്കാനുള്ള ഡയറികൾ. കണ്ണാടി വയ്ക്കണ്ടേ? കണ്ണാടി തുണികളുടെ ഇടയിൽ വയ്ക്കും അല്ലേ? അതിൽ വെച്ചാലും മതിയായിരുന്നു, അനങ്ങാതെ ഇരിക്കും. കുറച്ച് മണിയേട്ട അതിൽ കുറച്ച് തുണി വെക്കാൻ പറ്റുമല്ലോ, അപ്പം അത് അടയ്ക്കുമ്പോൾ ഫിറ്റാവും. അതിലും തുണികൾ വെക്കാം. അപ്പം മറ്റേ അതിൽ ട്രാവൽ ബാഗ് അവിടെ വന്നിട്ട് എല്ലാം കറക്റ്റാക്കി തന്നിട്ട് അങ്ങോട്ട് വരുള്ളൂ കേട്ടോ മാളു. ആ ശരിയാ. പാവാട എടുത്തില്ലേ അതിൻ്റെ സാരിയുടെ പാവാട? റോസ് പച്ചയല്ലേ പിന്നുള്ളത്? അതല്ല കുട്ടി, വേറെ അമ്മ ഒരു സ്ലീവ്ലെസ് ആയിട്ടുള്ളത് അടിച്ചു തന്നിട്ടില്ലേ? കൈ കുറച്ച് ഇങ്ങോട്ട് നിൽക്കണത്. ആ സ്ലീവ്ലെസ് ചിലപ്പോൾ അവർ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ അതതിന് പറ്റും. സെറ്റ് സാരിക്ക് ആ സ്ലീവ്ലെസ്. അപ്പം ബ്രൗൺ കളർ എടുത്തോന്നോ? പിന്നെ അമ്മ അത് അടിക്കണില്ല. ശരിയാക്കി തരാം. ഇതും ഇനി ചേരും, കുഴപ്പമില്ല. ഇത് ഇടണേ കൊണ്ട് കുഴച്ച് ഒന്നും പറയുന്നുണ്ട്. വെച്ചോ അതിൽ ആ ഇത് വെച്ചോ. ഇത് അതും വേണമെങ്കിൽ വെച്ചോ. വേണോ? വെക്കണോ? ആ ബ്രൗൺ കളറേ അതല്ല കുട്ടി. ആ അതന്നെ മാച്ചില്ല, പിന്നെ അതാണ് മാച്ച്. കയ്യില്ല. അതിൽ വേറെ പൂവൊന്നും ഇല്ലല്ലോ. എന്ത് കളർ പൂള? റോസും പച്ചയും. ശരി, ഇത് എടുത്തിട്ട് വാ. ആ അത് അതൊന്നും പറയൊന്നുമില്ല. സൂചിപ്പിന്നുകൾ കൈ വെച്ചോട്ടാ സാരി എടുക്കുമ്പോ. ഒരു സൂചി നൂല് ഞാൻ എടുത്തിട്ടുണ്ട്. പാവാട എടുത്ത് പാവാട ഇറക്കം കൂടുതലുണ്ടോ? അത് കറക്റ്റായി അതിൽ ട്രാവൽ ബാഗിലാക്കാം. ഒരു സാരി വെക്കാണ്ട അതിനുള്ള സ്പേസ് ആയിട്ടൊന്ന് ഇട്ട് വെച്ചാ അത് കൊടുത്തു. ഫില്ലായില്ലേ? ഒരു സാരി കൂടി വെക്കാൻ പറ്റില്ല. ആ ബ്ലാങ്കറ്റിന് അകത്ത് ഈ കണ്ണാടി വെക്കും, എന്നത് മറക്കണ്ട, പൊട്ടും. നെയിൽ കട്ടർ ആ നെയിൽ കട്ടർ എടുത്തോ.
ഇനി മറ്റേതൊക്കെ എവിടെ? ഇതൊക്കെ സ്റ്റെതസ്കോപ്പൊക്കെ വിളിച്ചില്ലേ, അതൊക്കെ എവിടെ? അയ്യോ അടയില്ലേ, അടയില്ല, കുറച്ചെടുക്കേണ്ട വരും. ഇതൊന്നാണോ എടുക്കേണ്ടത്? അപ്പം അതിലെ ബുക്ക് മാത്രം മതിയാവും. ഒരു ഇതൊന്ന് പുറത്തേക്ക് എടുക്കാൻ പറ്റുമല്ലോ, അപ്പം അതിൽ കുറച്ച് തുണികളാക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ തരത്തില്ലേ, അതിൽ വയ്ക്കാം. ഇവിടെ ലോക്ക് ഇടാം. ഒരു ബെഡ് റെഡി. അതില്ലാനും കുഴപ്പമില്ല. കുറേ തുണിയിലായി, തുണികൾ കഴിഞ്ഞു. ഇത് വെച്ചാ കുറച്ചൊക്കെ എൻ്റെ സ്കൂൾ ബാഗ് വരുമ്പോൾ അതിൽ വെക്കാം. അപ്പം എല്ലാം സെറ്റായിരുന്നു. ടവല് കിട്ടിയോ? ടവല് കിട്ടി. 2 എടുത്ത്. അച്ഛന് വേണം 1 വലുത് 2 എടുത്താ. ഞാൻ ആദ്യം കൊണ്ടുവന്ന പുതിയത് വേണ്ട, വെച്ചെടുക്കണ്ട മാൾസ്. അത് ഉണ്ണി കയറ്റിക്കോളൂ, ഉണ്ണിക്കൂട്ട കയറ്റിക്കോളൂ. ലാപ്ടോപ്പ് ഞാൻ പിന്നെ പോകുമ്പോൾ കൊണ്ടുപോയാൽ മതി. നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ അച്ഛൻ അങ്ങോട്ട് വരുമ്പോൾ കൊണ്ടുവരാം. അപ്പം അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ അങ്ങോട്ട് വെച്ച് ഇത് രണ്ടും കൊണ്ടുപോക്കോ. ഇതിന്റെ പുതിയത് വേറെ ഉണ്ട്, എവിടെയോ കാണാതിരിക്കുകയാണ്. അത് വെക്കണ്ടേ? അല്ല, മാളുവിൻ്റെ മേക്കപ്പ്. മാളൂസിൻ്റെ മേക്കപ്പ് കമ്മലുകളാണ്. ഇത്രയും കമ്മലിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെയിലൊക്കെ പോകുമ്പോൾ ആവശ്യമുണ്ടാവും. അതവിടെ ഇരിക്കട്ടെ. ഇത് വെക്കണ്ടേ? അതിൽ കുറച്ചും കൂടി സാധനം വെക്കാം. വെക്കണ്ടോ? എത്ര തലയണ കവർ വെച്ച്? ബെഡ്ഷീറ്റ് നല്ലതല്ലേ എടുത്ത്? ആളുവിനെ കൊണ്ടുള്ള ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റും. ഒരു ബ്ലാങ്കറ്റ് എടുത്തുള്ളൂ? 1 മതി. ഇനി വരുമ്പോൾ വേണമെന്ന് എടുക്കാം. ഇത് കൈയും കൊണ്ട് അലക്കിയൊക്കെ എങ്ങനെയാണ് കൈ കൊണ്ട്? അപ്പം വെയിറ്റ് കുറഞ്ഞത് എടുത്താൽ മതിയായിരുന്നു. അല്ല, ഇത് വെയിറ്റ് കുറവാ. അതെ. ആ, മറ്റേത് വെയിറ്റ് ബക്കറ്റിൽ കൈ കൊണ്ട് സോപ്പ് പൊടി ഇട്ട് കൈ ഇങ്ങനെ ആക്കിയിട്ട് പിഴിഞ്ഞിട്ട് കയ്യും കൊണ്ട് ആക്കിയിട്ട് കുട്ടികളൊക്കെ നന്നായിട്ടൊന്ന് ഇങ്ങനെ പിഴിയാൻ കൂടാൻ പറഞ്ഞാൽ മതി കേട്ടാ. ഒരു തല ഇങ്ങനെ പിടിച്ചിട്ട് ഒരു തല തിരിപ്പിച്ചിട്ട് ഇങ്ങനെ കഴുകില്ലേ, അങ്ങനെ ചെയ്താൽ മതി കേട്ടാ. ബ്ലാങ്കറ്റും ബെഡ്ഷീറ്റുകളും തുണികളായിട്ടൊന്നും സാരി വേണം വെക്കാൻ. ഒന്നും പിടിക്കാൻ പറ്റില്ലേ? എനിക്ക് ഒന്നും കൈ കൊണ്ട് ഇനി ഇതൊക്കെ കൈ പിടിക്കാനുള്ളതല്ലേ ഈ സാധനങ്ങളൊക്കെ? അത് കുറച്ച് ബാഗിൽ വെക്കും. ഇതും ഉണ്ട്. ഇനി നിന്റെ ഗുളികകൾ മറക്കണ്ട. മറ്റേ ഗുളികയൊക്കെ കവറിലുണ്ട്. പിന്നെ മറ്റേതൊക്കെ ഇവിടെ സ്റ്റെതസ്കോപ്പും
പിന്നെ മറ്റേതും ഒക്കെ. പിന്നെ ഈ ഒരു വെട്ടി ഏറിയുണ്ട്, അത് സ്കൂൾ ബാഗ് വരുന്നതിൽ വെക്കാം. ഇതും വലിയ weight ഇല്ല. ഇപ്പൊ size ഉണ്ടല്ലോ. ആ, ഏ ഇത് നനച്ചുള്ളതാണ്. ഇത് വലിയ weight ഒന്നും. എനിക്കൊരു ബെൽറ്റ് വാങ്ങണം, അല്ലെങ്കിൽ കൈ ഭയങ്കര വേദന. അങ്ങനത്തെ വാങ്ങണം. ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകേണ്ടത് ഇതിനൊരു കോപ്പി എടുത്തിട്ട് ഫോട്ടോ ഒക്കെ എന്തെങ്കിലും ഇനി എന്തെങ്കിലും എക്സ്ട്രാ അതിന് വേണം പറയുന്നു. എല്ലാം എടുത്തോ. എന്താ അറിയോ, അത്ര ദൂരത്ത് നിന്ന് ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടല്ലേ. നിനക്ക് എന്തൊക്കെ സർട്ടിഫിക്കറ്റ് നിൻ്റെ കയ്യിലുണ്ടോ അതൊക്കെ എടുത്തോ നീ, അത് നല്ലത്. ആ ഫയലെടുത്ത് ബാഗിലിടാം. അതന്നെ, ആ ഫയലാണ് ബാഗിൽ വെച്ച് സൂക്ഷിച്ചാൽ മതി. ഇനി അവർക്ക് കൊടുക്കും. Original എല്ലാം പകുതിയായില്ലല്ലോ, പിന്നെന്താ? ഒറിജിനൽ വേണം പറഞ്ഞവര്. അത് നമുക്ക് തരില്ല. ഏത് കോളേജിൽ തന്നിട്ടുണ്ട് ഒറിജിനൽ അവർ വെക്കും. ഇവിടെ പിന്നെ വേറെ കോളേജിൽ പോകാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ ഒരു ലിസ്റ്റ് ഉണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം ഇനി ബാഗ് വന്നിട്ട് വേണ്ട ബാക്കി വെക്കണമെങ്കിൽ. ഞാൻ ഇന്ന് എഴുതട്ടെ. വൈകുന്നേരത്ത് പോവാറാകുമ്പോൾ ഒന്ന് വിളിക്കാം, അല്ലെങ്കിൽ ബാങ്ക് പോകണം വേഗം. കഴിവില്ല. ആ കഴിഞ്ഞല്ലേ? എല്ലാവരും സാധനം അങ്ങോട്ട് കയറില്ലേ, കയ്യിൽ പിടിക്കണം. ബാഗിലിടാം. എല്ലാം വെച്ചില്ലേ? ഇനി ഒരു സാരിയും സാരി പിന്നെ എൻ്റെ അതിനല്ലേ ഉള്ളൂ. എൻ്റെ ഷാമ്പു വെക്കാൻ, ഷാമ്പു വെക്കാണ്ട് ഷാമ്പു സോപ്പ് ഒക്കെ ഞങ്ങൾ വെച്ചില്ലേ, സോപ്പ് പെട്ടി സോപ്പ് പെട്ടി വെക്കാണ്ട്. സോപ്പ് പൊട്ടിയൊക്കെ വൃത്തിയാക്കി തുടച്ചിട്ട് അത് പാത്രങ്ങളൊന്നും വെച്ചിട്ടില്ലേ, അതൊക്കെ പിന്നെ സ്കൂളിൽ വെക്കാം. ഗ്ലാസ്, പാത്രം, ബോക്സ്, സ്പൂണി. അതൊക്കെ അച്ഛൻ അതിൻ്റെ അകത്ത് വേണമെങ്കിൽ വെച്ച് തരും. ടിഫിൻ ബോക്സ് ഒക്കെ ടിഫിൻ ബോക്സ് ആണ്, അത് വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വെക്കാം. അതിന് സ്ഥലമുണ്ട്. പാത്രം വെക്കാണ്ട് ആ കുഴിക്കണ്ട ഞാൻ ഒരെണ്ണം കൊണ്ടുവരട്ടെ. കൊണ്ടേക്കാം. റൗണ്ടാ, സ്റ്റീലല്ലേ. പിന്നെ ഒരു സ്പൂണ്, ഒരു ഗ്ലാസ്. അത് മതി. എൻ്റെ കപ്പ് വരണം. നിന്റെ കപ്പ് എവിടെ ഉണ്ട്? അത് കൊണ്ടേക്കോ. അതാ പാത്രങ്ങൾ വെക്കാം. ഗ്ലാസ് അതാ കൊണ്ടുവന്നു. കപ്പാണ് നല്ലത്. എൻ്റെ ഞാൻ ഒന്ന് കൈ വശം കൊണ്ടുപോകും. കഴിഞ്ഞല്ലേ? അതല്ലേ ഉള്ളു.